ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം ഈ പഴുത്ത ഏത്തക്കായും കൊണ്ട് ഒരു വ്യത്യസ്തമായ രീതിയിൽ നല്ല അടിപൊളി ഒരു പഴംപൊരിയായിരുന്നു ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാമല്ലോ പഴംപൊരിയുടെ ആ രീതികൾ, പക്ഷേ ഇത് അങ്ങനെയല്ല, വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ് അങ്ങനെ പഴംപൊരി ചെയ്യുമ്പോൾ. പിന്നെ വേറെ ആരുണ്ട്, 4 മണിക്ക് അല്ലെ മിക്ക വീടുകളിലും അല്ലെ ഹോട്ടലുകളിലൊക്കെ പഴംപൊരി എന്ന് പറയുന്ന സാധനം എല്ലായിടത്തും ഉണ്ടാക്കും, നമുക്കെല്ലാവർക്കും ഇഷ്ടവുമാണ്. അപ്പോൾ ഇതുകൊണ്ട് ആ ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള പഴംപൊരി എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ സമയം കളയാതെ നമുക്ക് അത് റെഡിയാക്കാം. ഇപ്പോൾ ഒരു മീഡിയം രീതിയിലുള്ള ഒരു 5-6 പഴുത്ത ഏത്തയ്ക്ക, ഇതേപോലെ തൊലി കറുത്തത് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കും അല്ലെങ്കിൽ പഴംപൊരി ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല നല്ല പഴുത്ത ഏത്തയ്ക്ക തന്നെ വേണം, അതാണ് കൂടുതലും ടേസ്റ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് വെക്കാം. ഇതേപോലെ ഇതിൻ്റെ ഇടുമ്പോട് കൂടി എല്ലാം ഒന്ന് ഇപ്പം നമ്മൾ പഴമൊക്കെ തൊലിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മാവ് ഒന്ന് കൂട്ടണം. അത് മുക്കി പൊരിച്ചെടുക്കാനുള്ള മാവ്, നമുക്കതിനാവശ്യമുള്ള മൈദ. ഇതേപോലെ 1 കപ്പ് മൈദയുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഇത് റസ്ക് പൊടിയാണ്. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ റസ്ക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിടുകയാണ്. ഒരു 1/2 ടീസ്പൂൺ എള്ള്, ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഞാൻ ഒരു 1/2 ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിടുകയാണ്. ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടാം. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്നത് നമ്മൾ ചുക്ക് പൊടിയൊക്കെ ഇട്ടാണ് ഇതിൻ്റെ ചെയ്യുന്നത്. സാധാരണ ഏത്തയ്ക്കാപ്പത്തിന് അല്ലെങ്കിൽ പഴംപൊരിക്ക് റിസ്ക് പൊടിയോ അല്ല ചുക്ക് പൊടിയോ ഒന്നും ചേർക്കത്തില്ല. അതൊക്കെ ചേർക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഉള്ള ഒരു പഴംപൊരിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ആദ്യമേ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. കട്ടയെല്ലാം ഒന്ന് പൊടിയണം. അപ്പോൾ നല്ലപോലെ കട്ടയില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരുപാട് വെള്ളമൊന്നും കൂട്ടി പോകല്ലേ. ഈ പരുവത്തിന് നല്ല കുറി ഇരിക്കണം, വെള്ളം കൂടി പോകാതെ എത്തിക്കണം. ഈ പരുവത്തിൽ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് പഴംപൊരി റെഡിയാക്കാം. വേറെ കാര്യം കൂടെ പറയാം. എന്നാന്ന് വെച്ചാൽ പല സ്ഥലത്തും ഈ സാധനത്തിന് പല പേരിൽ അറിയപ്പെടുന്നു. ഇന്നാളെ ഒരാൾ ഇടുക്കിയിൽ നിന്നുള്ള ഒരാൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു ഏത്തക്കാപ്പത്തിന് നിങ്ങളവിടെ അല്ല പഴംപൊരിക്ക് നിങ്ങളവിടെ എന്താ പേരെന്ന് പറഞ്ഞു ബോളിന്ന്. സത്യത്തിൽ നമ്മളിവിടെ അതായത് ഇവിടെയൊക്കെ പറയുന്ന ബോളി എന്ന് പറഞ്ഞാൽ പപ്പട പൊടിയില്ലേ, അതാണ് ബോളി എന്ന് പറയുന്നത്. പക്ഷേ ഇതിനവിടെ ബോളി എന്നാണ് പറയുന്നത്. അതേപോലെ ഓരോ സ്ഥലത്തും ഓരോ പേരുണ്ട്. അതൊക്കെ ഒന്ന് കമൻറ്റിൽ കൂടെ അറിയിക്കണം. നമുക്കതൊന്നും അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഏത്തയ്ക്കാപ്പം റെഡിയാക്കാം. ചായക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെറ്റി ചോദിക്കും എന്നാ ഉണ്ട് ചായയുടെ കൂടെ എന്നാ ഉണ്ട്, ആദ്യമേ പറയുന്ന പഴംപൊരിയുടെ കാര്യം അല്ലേ. പഴംപൊരി എടുക്കട്ടെ, ചെന്ന് 2 പഴംപൊരി ഒരു ചായ കൊടുക്കും. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പഴംപൊരി എന്ന് പറയുന്നത്. അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു ചീനച്ചട്ടി അങ്ങോട്ട് വെക്കുക. ചീനച്ചട്ടി ഒന്ന് ചൂടാൻ ശേഷം കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഓയിലോ വെളിച്ചെണ്ണ ആണെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ഒന്ന് ചൂടാവട്ടെ. ഇതൊന്ന് മുറിച്ചെടുക്കും. ഞാനിപ്പോൾ 2ആയിട്ടേ മുറിക്കത്തുള്ളൂ. കാര്യം അതിനുള്ള പരുവുള്ള ചെറിയ കായ കണ്ടില്ലേ, നമ്മൾ മുറിച്ചെടുക്കും.
അപ്പോൾ ഈ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം വേണം നമുക്ക് മാവിലോട്ട് നമ്മളെ ഏത്തയ്ക്ക കീറി വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇതുപോലെ പെരട്ടി എല്ലാ ഭാഗവും ഇതേപോലെ പെരട്ടി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഇതേപോലെ തന്നെ പെരക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് അടത്തിയിട്ട് കൊടുത്തേക്കണം. പണ്ട് കാലത്ത് ഞങ്ങൾ ഈ കമ്മീഷൻ കട മീൻ കമ്മീഷൻ കടയിൽ അവിടെ ഒരു തട്ടുകടയുണ്ട്. അവിടെ രാവിലെ വെളുപ്പിന് ചായയടി ഏത്തക്കാപ്പും ഞാനത് ചെയ്തുകൊണ്ടിരുന്നു. ഒരു 2-3 കൊല്ലത്തോളം ഇന്ന്. പക്ഷേ ഉറക്കളിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം തലേന്ന് തന്നെ അവിടെ പോയി കിടക്കണം. രാവിലെ ഒരു തിരക്കയച്ച ഈ മീൻ എടുക്കാൻ വരുന്നവർക്കെല്ലാം ചായയും ചൂട് ഏത്തക്കാപ്പും. ഞാനപ്പോൾ ഇത് ചെയ്തപ്പോൾ ഞാനത് ഓർക്കുകയായിരുന്നു. ഒരു ഭാഗം മുറിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കും. അപ്പം 4 നമ്മൾ ആദ്യം ഇട്ട് 4 നല്ലതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് കോരിയിടും. അപ്പോൾ ഈ എണ്ണ ഇങ്ങനെ അങ്ങോട്ട് നിർത്തി അപ്പം ഈ എണ്ണയൊന്ന് വാർന്നതിന് ശേഷം നമുക്ക് ഇതുപോലെ കിഴുത്ത പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയോടെ ഒന്ന് മുക്കി. ഇത് നല്ല തീ വേണം, എന്നാലേ നല്ലപോലെ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം, അല്ല ഒട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ 2 സൈഡും പൊരിഞ്ഞ ശേഷം നേരത്തെ കോരിയ പോലെ തന്നെ കോരിയിടുക. അപ്പോൾ രണ്ടാമത്തെയും നമ്മൾ ഇതുപോലെ ഒന്ന് കോരി എടുക്കുകയാണ്. ആ എണ്ണയൊക്കെ ഒന്ന് വാർന്ന ശേഷം 12 ഉണ്ടായിരുന്നു. ആ 12 നമ്മളങ്ങ് എടുത്തു. ഇതേപോലെ ബാക്കിയും കൂടെ മുക്കി അങ്ങോട്ട് പൊരിച്ചെടുക്കും. അത് എണ്ണ നല്ലപോലെ വേണം, എന്നാലേ ഇത് നല്ലപോലെ മുറിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സൈഡ് അടന്നും മറിഞ്ഞും ഒക്കെ പോകും. അതുകൊണ്ട് ഇതൂടെ നമുക്ക് ഇങ്ങോട്ടിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം മുറിഞ്ഞ ശേഷം അടുത്ത ഭാഗം കൂടെ ഇതേപോലെ തിരിച്ചിട്ട് കൊടുക്കുക. എപ്പോഴും തിരിച്ചും മറിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഒരു ഭാഗം മുറിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഏത്തക്കാപ്പമാണ്. അതുകൂടെ പാർത്തിങ്ങോട്ട് കോരിയെടുക്കും. ഇതങ്ങ് നിർത്തട്ടെ. അപ്പം നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. റസ്ക് പൊടി ചുക്ക് പൊടി ഒക്കെ ഇട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. എണ്ണയൊക്കെ എല്ലാം വാർന്ന ശേഷം വെറുതെ പെരക്കി കൊടുക്കും. ഈ റസ്ക് പൊടിയൊക്കെ നമ്മൾ മൈദയ്ക്കകത്ത് ചേർക്കുമ്പോഴത്തേക്കുണ്ട് നമ്മൾ ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ല മുരുമുരാന്നിരിക്കും. പിന്നെ ചുക്കുപൊടി, ഇത് സാധാരണ ഈ റസ്ക് പൊടിയോ ചുക്കുപൊടിയോ ഒന്നും ഏത്തക്കാപ്പത്തിനകത്ത് ചേർക്കത്തില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതൊരു വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളത് ചെയ്യുന്നതെന്ന്. തീർച്ചയായിട്ടും ഏത്തക്കാപ്പം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു ഐറ്റം തന്നെ. പക്ഷേ ഞാനിപ്പോൾ ഈ ചേർക്കുന്ന ചേരുവകൾ ആ രീതിയിലാണോ ചെയ്തെന്ന് നോക്കണം. തീർച്ചയായിട്ടും അതേ രീതിയിൽ ചെയ്ത് നോക്കും. നല്ല 1 പഴംപൊരിയായിരിക്കും. ചാട കൂടെ കഴിക്കാൻ പറ്റുക. ഇത് കഴിച്ചിട്ടുള്ള ബാക്കി ഏത്തക്കാപ്പ കഴിച്ചിട്ടുള്ളേ ഉള്ളൂ. ഉഴുന്നുവടയും പരിപ്പുവടയൊക്കെ ആദ്യമേ ഏത്തക്കാപ്പമായിരിക്കും കഴിക്കുന്നത്. ഇതുണ്ട്. ഇത് കഴിക്കട്ടെ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. സാധാരണ നമ്മുടെ ഏത്തക്കാപ്പ കഴിക്കുമ്പം കൂട്ടത്തിൽ ആ ചുക്കുപൊടി ഒക്കെ ചേർക്കുമ്പോൾ ഉണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏത്തക്കാപ്പം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും പഴുത്ത ഏത്തക്കാപ്പ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും ചെയ്ത് നോക്കുക. അറിയാൻ പറ്റാത്തവർക്ക് വേണ്ടി നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂട്ടത്തിൽ ആ ബെൽ ബട്ടൺ മറക്കാതെ അമർത്തിയേക്കണം കേട്ടോ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.